ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. ഇത് ഭയങ്കര ഹെൽത്തി ആട്ടോ, അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ കഴുകി കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കേൾക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പയർ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാട്ടോ. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമായൊരു സാധനമാണ് സുഗിയൻ. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ നന്നായിട്ട് കുറച്ചിടണം, തേങ്ങയുടെ കളറ് മാറാൻ പാടില്ല. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പയർ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ പയർ അധികം വേവാൻ പാടില്ല കേട്ടോ, ഈ ഒരു പരുവായിരിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അതിനകത്തോട്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ജീരകം കൊടുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ചേർക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് അതിനകത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഈ പയറിൻ്റെ ചൂടും പിന്നെ നമ്മുടെ ചട്ടിയും ചൂടാണല്ലോ, അപ്പോൾ ഈ ശർക്കര തനിയെ ഉരുകിക്കോളും. നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പയർ റെഡിയായി വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പയർ ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഏകദേശം ഇഡ്ഡലി ദോശ ആ ഒരു ബാറ്ററിൻ്റെ പരുവത്തിൽ വേണം നമ്മളിത് സെറ്റാക്കി എടുക്കാൻ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി പയറിൽ ചേർത്തിട്ടുണ്ടല്ലോ. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ബാറ്റർ റെഡിയായി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ ആറാൻ വെച്ച പയർ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം നല്ല ഷേപ്പാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ച ഓരോന്നെടുത്തിട്ട് ആ ബാറ്ററിൽ നന്നായിട്ട് മുക്കിയിട്ട് ആ എണ്ണയിലോട്ട് ഇടണം. ഇനി നമുക്കിത് മറിച്ചും തിരിച്ചും മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കളറ്, ഒരു യെല്ലോ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കത് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ സുഗിയനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മളിതെല്ലാം കോരി മാറ്റുക കേട്ടോ. സുഗിയനും കട്ടൻ ചായയും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഹെൽത്തി സ്നാക്കാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്